കുഞ്ഞുമണിയേ, ഈദ് മുബാറക്. അശ്വനെ ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ അതാ എൻ്റെ സിയ കുളിച്ച് മാറ്റി ഒരുങ്ങി നിൽക്കുകയാണ് പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. ഞങ്ങളെ വീട് പള്ളീൻ്റെ തൊട്ടടുത്തുള്ള വീടായതുകൊണ്ട് തന്നെ പള്ളീന് തക്ബീർ ചൊല്ലണമൊക്കെ ശരിക്കും കേൾക്കാട്ടോ. പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഒരു പ്രത്യേക രസമാണ് അത് കേൾക്കുമ്പോൾ. ഇപ്പം സിയും കൂടി ആദ്യം തറവാട്ടിൽ പോയി ഉമ്മമാനെ കണ്ടിട്ടാണ് പിന്നെ പള്ളിയിൽ പോണത്. കുഞ്ഞുമണി നല്ല ഉറക്കാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു ചെറിയ സൗണ്ട് കേട്ടാണ് ഉണർന്ന കുട്ടി. ഇന്നിപ്പോൾ പള്ളിക്കത്തെ സൗണ്ടും മുസിയും മാറ്റിപ്പോയ ഒച്ചയും വിളിയൊന്നും കേട്ടിട്ട് 30 ഉണർന്നിട്ടില്ല. ഓളുണ്ടല്ലോ ഏത് ഉറക്കത്തിലും ഒരു വേർഡ് വിളിച്ചു കഴിഞ്ഞാൽ ഓളിങ്ങനെ ചിരിക്കൂട്ടോ. ഞാൻ കാണിച്ചു തരാം. എവിടെ ശുന്നരി നോക്കട്ടെ. ഇല്ല അടിച്ചില്ലേ. ഓ തിരിഞ്ഞെടുത്ത് ശല്യം പോയിക്കൂടെ. എങ്ങനെ മെനക്കെട്ട് വിളിച്ചാലും ഓൾ ഉണരൂല കേട്ടോ. ഓൾ അങ്ങോട്ടൊന്നും തിരിഞ്ഞെടുക്കും ഇങ്ങോട്ടൊന്നും തിരിഞ്ഞെടുക്കും. ഓൾക്ക് എന്നും ഇല്ലാത്തൊരുറക്കം. ഇതുവരെ ഓൾ ഇങ്ങനെ ഉറങ്ങിയിട്ടുണ്ടാവില്ല. അവസാനം ഞാൻ ഓൾ എടുത്ത് കൊണ്ടുപോയിക്കാണ് കുളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഓളെത്തി കഴിഞ്ഞപ്പോൾ അതിന് പള്ളിയിൽ നിസ്കാരമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളെ ഫ്രണ്ടിലൊക്കെ നിറയെ വണ്ടികളായി. പിന്നെ ഞാൻ വേഗം ഓളെ ഒരുക്കി കൊടുത്തിട്ടോ. അപ്പോൾ തന്നെ ചെയ്യും പള്ളി തിരിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഒരു ഫോട്ടോഷൂട്ടിൻ്റെ സമയമായിരുന്നു കേട്ടോ. ഓളൊന്ന് ചിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യും പഠിച്ച പണി 18 കാറ്റി നോക്കുന്നുണ്ട്. ഹോളിക്കാണെങ്കിൽ വേറെ എന്തൊക്കെയോ ആണ് ശ്രദ്ധ. എല്ലാ പെരുന്നാൾക്കും പെരുന്നാച്ചോറും ഉമ്മമാൻ്റെ അടുത്ത് കേട്ടോ കഴിക്കുക. ഞങ്ങൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പായസമൊക്കെ കുടിച്ചിട്ട് പിന്നെ തറവാട്ട് പോയിട്ട് അവിടെ നിന്നാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കൽ. അപ്പം അന്ന് അവിടെ ബിരിയാണി ആയിരുന്നു. അപ്പം അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുഞ്ഞുമണ്ണിൻ്റെ 1-2 ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഓൾക്ക് ഫുഡും കൊടുത്തിട്ട് പിന്നെ എൻ്റെ അനിയത്തിനെ കൊണ്ടുവരാൻ പോവാറിഞ്ഞു കേട്ടോ. സിയോന് പിന്നെ പോവാൻ നേരത്തൊരു ഷൂട്ടിനെ തിരക്കേക്കാറ് കേട്ടോ. ഓൻ അതിനൊരാൾ വേണം. ഓൻ ഒറ്റയ്ക്ക് ഇടാൻ അറിയാത്തതുകൊണ്ടല്ല, ഓന് മെനക്കിടാൻ റെഡി അല്ലാത്തതുകൊണ്ടാണ്. ഞങ്ങളെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഓളെ കല്യാണം കഴിച്ച വീടും. ഒരു 1-2 സ്റ്റോപ്പ് കഴിഞ്ഞാൽ ഓളെ വീടായി. അങ്ങനെ ഞങ്ങൾ ഓളെ വീട്ടിലെത്തിയപ്പോൾ അവിടെ ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു പോവാൻ ഇറങ്ങിയിരുന്നു. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ തിരിച്ച് കയറി ഞങ്ങളിവിടെയും കണ്ടിട്ട് പോവാന്ന് പറഞ്ഞിട്ട്. കുഞ്ഞുമണിക്ക് ഫുഡ് കൊടുത്തുടനെ പോകുന്നതുകൊണ്ട് തന്നെ ഓൾക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓൾ അവിടെ എത്തിയേക്കന്നെ ഓൾ ഉറങ്ങി. ഞാൻ കുഞ്ഞുമണീനെ ഉറക്കി വന്നപ്പോൾ തന്നെ അമ്മ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ പെരുന്നാൾ സ്പെഷ്യൽ നല്ല ബിരിയാണിയും ബീഫ് ഫ്രൈയും ബ്രോസ്റ്റഡൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങളെ വീട്ടിൽ ചോറും മോരിക്കറിയും ബീഫൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലായിടത്തും ബിരിയാണി ആവുമല്ലോ. അപ്പോൾ എല്ലായിടത്തും കഴിച്ച് പിന്നെ വീട്ടിലത്തേന് കൂളുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് സ്പെഷ്യലൊക്കെ ഞങ്ങൾ 2ാം പെരുന്നാക്കാനിട്ട് ഉണ്ടാക്കൽ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് അമ്മേൻ്റെ ഫ്രൂട്ട് സലാഡും പുഡിങ്ങൊക്കെ കഴിച്ച് വേഗം പോരാനുള്ള പരിപാടിയിലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിറങ്ങി ഞങ്ങൾ നേരെ പോയത് ഉമ്മാൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ, ഉമ്മമാനെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഉമ്മമ്മ ഞങ്ങളെ കാത്ത് സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളെ ചെറിയ പെരുന്നാൾ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അവിടെ സ്പെഷ്യൽ ബിരിയാണി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നും കുറച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് തൽക്കാലത്തേക്ക് ഞങ്ങൾ ഇന്നത്തെ ഫുഡ് അവസാനിപ്പിച്ചു. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. ടാറ്റാ.